ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. യെസ്, ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ? ഇന്ന് നമ്മുടെ അനിയത്തിയും നമ്മുടെ സുഹൃത്തുമായ ആതിരയും രാഹുലിൻ്റെയും വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ ഇന്ന് അവരുടെ വെഡ്ഡിങ് സദ്യയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാര്യം ആദ്യമായിട്ടാണ് ഒരു ഇല നിറച്ച് സൈഡ് ഡിഷായിട്ട് വെച്ച് ഒരു കല്യാണ സദ്യ ഞാൻ കാണുന്നത്. കണ്ടില്ലേ, എനിക്ക് ചോറിടാൻ ഇത്ര സ്പേസേ ഉള്ളൂ. അതിൽ കൂടെ നമ്മുടെ ആദ്യത്തെ കളരി വന്നു. കണ്ടില്ലേ, ആദ്യത്തെ കളരി റൈസ് വന്നിട്ടുണ്ട്. റൈസ് നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കി, നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പപ്പു, അതായത് നമ്മുടെ ഡാൽ കറി നമ്മുടെ ഡാൽ കറി വന്നിരിക്കുകയാണ്. ഞാൻ മിക്സ് ചെയ്തു, അങ്ങനെ നിങ്ങളും കഴിച്ചോളൂ. അതേപോലെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ എൻ്റെ പൊന്നു മക്കളെ വേറെ മൂഡായി. അപ്പോൾ ഞാൻ ഓരോ അച്ചാർ നമ്മുടെ ഇലയിലിരിക്കുന്ന ഓരോ അച്ചാറുകളും ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്യണം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ എക്സെട്ര ആയ അച്ചാറുകൾ ഞാൻ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യണം. ഓരോ കൂട്ടും ഓരോ രുചിയാണ്. ഇത് ആരാണോ കുക്ക് ചെയ്തത്, ആ കുക്ക് അല്ലെങ്കിൽ ആ കാറ്ററിങ് ആൾക്കാർ ഞാൻ ബിഗ് സല്യൂട്ട് ചെയ്യുന്നു. ഓരോ ഫുഡും വേറെ ലെവല്, വേറെ വൈബ്, വേറെ മോഡാണ്. കേട്ടല്ലോ. അപ്പോൾ ആ കുക്സിന്, അതായത് ആ കാറ്ററിംഗ് സർവീസിന് എൻ്റെ ബിഗ് സല്യൂട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ പരിപ്പ് കറി അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓപ്പോസിറ്റിൽ എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഇരിപ്പുണ്ട്. ഈ രണ്ട് വ്യക്തികളാണ്, അതായത് കല്യാണ പെണ്ണിൻ്റെ, അതായത് എൻ്റെ അനിയത്തിയുടെ അച്ഛനും അമ്മയും. കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളരി അങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ ഫേവററ്റ് വെണ്ടയ്ക്ക സാമ്പാർ അങ്ങോട്ട് വന്നു. ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് അടിക്കുകയാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ അതും കുക്ക്ഡ് ആയിട്ടുണ്ട്. കേട്ടോ. അതും പൊളി വൈബ് എന്നാണ് പറയുന്നത് ഞാൻ. കേട്ടോ. അപ്പോഴേ അടുത്ത് ആ രണ്ടാമത്തെ കളറി കഴിഞ്ഞപ്പോൾ നമ്മുടെ തിരുവനന്തപുരം അടപ്രഥമം വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പഴം മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. പക്ഷേ ഞാൻ പഴം മിക്സ് ചെയ്യാതെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. സൂപ്പറായിരുന്നു. രണ്ടാമത് കടലപ്രഥമം വന്നു. എൻ്റെ മക്കളെ, എനിക്കൊന്നും പറയാൻ വയ്യ. അമ്മാതിരി ടേസ്റ്റാണ്. കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എന്നെക്കൊണ്ടാവുന്നത് മൊത്തം ഈ ഇലയിൽ ഞാൻ അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എത്ര രുചിച്ചു എന്ന്. പക്ഷേ ഇതിന് ശേഷം പായസം, ബോളിയും വന്നു. പക്ഷെ അതെനിക്ക് കഴിക്കാൻ വയറിൽ സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതോടെ നിർത്തി ഞാൻ എണീറ്റു. അപ്പോൾ നമ്മുടെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചു എന്തുകൊണ്ടാണ് നേരത്തെ എണീക്കുന്നത്. ഞാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് എണീറ്റത്. സോ ദേ ആർ ഹാപ്പി ഓൺ ഇറ്റ്. ആൻഡ് എല്ലാവർക്കും സന്തോഷമായി ഞങ്ങൾ കല്യാണത്തിന് വന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും യാത്രയയപ്പാണ്. സോ നിങ്ങൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്ങും നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സും ഈ രണ്ട് വ്യക്തികൾക്കും ഉണ്ടാകുക. കാര്യം അവരുടെ ആദ്യത്തെ ജീവിതത്തിലെ ആദ്യത്തെ പടിക്കെട്ടാണെന്ന് അവർ കയറുന്നത്. സോ അവരെല്ലാവരും ബ്ലെസ് ചെയ്യുക. സോ ഞാൻ ബ്ലെസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ആശംസകൾ പറയുകയാണ്. ആതിര ആൻഡ് രാഹുൽ, മൈ ഹാർട്ട്ലി വിഷസ് ടു യു ആൻഡ് യുവർ ഫ്യൂച്ചർ എൻഡവർ. ടേക്ക് കെയർ. ഹാവ് എ ഗ്രേറ്റ് ഡേ. എ ബ്ലെസ്ഡ് ഡേ ടു യു.